ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ചിറകിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെ എയർറോൺസ് എന്നും ഫ്ലാപ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഇങ്ങനെ ചിറകുമായിട്ട് ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇത്തരത്തിലുള്ള മെറ്റൽ പ്ലേറ്റ്സിനെ അങ്ങനെയാണ് പറയുന്നത്. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് വിമാനത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനും അതിൻ്റെ ഒരു ഡ്രാഗ് കൺട്രോൾ ചെയ്യാനും ഒക്കെ. ഈ ചിറകുകളുടെ ഡിസൈൻ തന്നെ നമ്മുടെ ഗ്രാവിറ്റി ഓവർകം ചെയ്ത് ഇത് പറന്ന് പൊങ്ങാൻ ആവശ്യമായ ഒരു ഡ്രാഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഹായം നൽകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഫ്ലാപ്പുകളുടെ മൂവ്മെൻറ്റ് അത് ഉയർന്നു പൊങ്ങുന്ന സമയത്ത് അതിൻ്റെ ലിഫ്റ്റ് ഇൻക്രീസ് ചെയ്യാനും അതേസമയം താഴുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡ്രാഗ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എയിൽറോൺസ് ആണ്. ഇതൊന്നും വിമാനത്തിൻ്റെ ഒരു ഗതിയെ നിയന്ത്രിക്കാനൊക്കെ വളരെയധികം കഴിയുമെന്നാണ് പറയുന്നത്. സാധാരണയായി ഓരോ പെയർ എയർറോൺസ് ആണ് ഉള്ളത്. അത് ഈ ചിറകിൻ്റെ അങ്ങേയറ്റത്തായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഉള്ളത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു എയർറോൺ പൊങ്ങുമ്പോൾ മറ്റേത് താഴുന്ന രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഫ്ലാപ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അത് ഡ്രാഗ് നല്ലപോലെ ഉണ്ടാകാനാണ്, അതായത് ഇത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഡ്രാഗ് കൂടുതൽ കിട്ടാനായിട്ട് ഫ്ലാപ്സ് അത്തരത്തിൽ വർക്ക് ചെയ്യും. ലാൻഡ് ചെയ്തതിന് ശേഷം അത് സാധാരണ നിലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഈ വിമാനത്തിലെ ഫ്ലാപ്സും എയർറോൺസും വർക്ക് ചെയ്യുന്നത്, ഫ്ലൈറ്റ് കൺട്രോളിംഗ് എലമെൻറ്റ്